നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. എൻ്റെ മനസ്സിലെ നടക്കുമോ നടക്കില്ലേ എന്നറിയില്ല, എങ്കിലും എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കരുതും നഷ്ടപ്പെട്ട വീടിന് പകരം വേറൊരു വീട് വയ്ക്കണം, സ്വന്തമായി വീട്ടിൽ കിടന്നുറങ്ങണം എന്നൊക്കെ. അല്ല, അതൊന്നും എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളല്ല. ലീഡറെന്ന് സ്നേഹപൂർവ്വം മലയാളി വിളിച്ച, കരിങ്കാലി കരുണാകരനെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വിളിച്ച കെ കരുണാകരൻ്റെ ജീവിതകഥ സിനിമയാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. 40ഓളം വർഷക്കാലം കേരളത്തിന് ഞാൻ എന്ത് നൽകി, കേരളം എനിക്ക് എന്ത് നൽകി, അങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തൃശ്ശൂർ റൗണ്ടിൽ ശരീരം വിറ്റ് ജീവിതം തുടങ്ങി അങ്ങ് അമേരിക്കയിൽ പോയി UN പോയിട്ട് ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പ്രസംഗിച്ച, നിരവധി പുസ്തകങ്ങൾ എഴുതിയ നളിനി ചേച്ചിയുടെ ആത്മകഥ സിനിമയാക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒന്നും ഞാൻ ഒളിച്ചു വയ്ക്കില്ല, തുറന്ന് പറയും. നമ്മുടെ ഈ ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഏതൊക്കെയോ ചാനലുകൾക്ക് ഞാൻ എൻ്റെ ഈ 2 ആഗ്രഹങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന പലരും പറഞ്ഞു, ഇടാ മണ്ട, ആരെങ്കിലും ഇക്കാര്യങ്ങൾ പരസ്യമാക്കുമോ, ഇതപ്പം തന്നെ ചുരണ്ടിക്കൊണ്ട് പോകില്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സിനിമയിൽ അങ്ങനെയാണല്ലോ. അവരോട് ഞാൻ പറയുന്നത്, ആരെങ്കിലും ചുരണ്ടിയാലും ഞാൻ എൻ്റെ സിനിമകൾ ചെയ്യും. എന്നെ വിശ്വസിച്ച ഒരാൾ പൈസ മുടക്കാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ സിനിമകൾ ചെയ്യും. അത് എൻ്റെ സിനിമയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് വേറൊരാളിന് അനുകരിക്കാൻ പറ്റില്ല. നളിനി ചേച്ചിയുമായി ഇക്കാര്യം ഞാൻ സംസാരിച്ചു. അവർക്ക് സമ്മതം. പല ഡിമാൻഡുകൾ അവരെന്നോട് പറഞ്ഞു. എല്ലാം ഞാൻ സമ്മതിച്ചു. അതിലൊന്ന്, ഈ സിനിമ നടക്കുകയാണെങ്കിൽ ചേച്ചിയെ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കണം എന്നുള്ളതായിരുന്നു. സമ്മതം. ഷൂട്ടിങ്ങിൽ മാത്രമല്ല, പടം തീരുന്നത് വരെ ചേച്ചിയെ ഞാൻ കൂട്ടാം എന്ന് ചേച്ചിക്ക് ഞാൻ സമ്മതം കൊടുത്തു. ഇതിനിടയിലാണ് കൊറോണ എന്ന അശനിപാതം ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ നമ്മുടെ നാട്ടിലും വന്നല്ലോ. പിന്നാലെ പ്രളയം. നളിനി ജമീലെ ആക്കാനായിട്ട് എൻ്റെ ആഗ്രഹമാണ് വിദ്യാബാലനെ കിട്ടുമെങ്കിൽ. അങ്ങനെ വിദ്യാബാലൻ ആ വേഷം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇന്ത്യ മുഴുവൻ വിറ്റുപോകും. ഒരു 30-35 കോടി രൂപ ചിലവാകും. ചുരുങ്ങിയതൊരു 10-80 കോടി രൂപ കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല സിനിമയുമായിരിക്കും. അല്ലാതെ എന്താ പറയുക, ഒരു തല്ലിപ്പൊളി സിനിമ ആക്കിയില്ല ഞാൻ. അത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യില്ല. പിന്നെ അറിയുന്നു, ഇക്കാര്യം അറിഞ്ഞവരൊക്കെ, ഒരു പുസ്തകം പോലും വായിക്കാത്തവന്മാർ പുസ്തകം വായിച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നളിനി ചേച്ചിയുടെ പിന്നാലെ കൂടി നിരവധി പേർ, പലരും എനിക്കറിയാം. ചേച്ചിയുടെ ആത്മാവ് ആ പുസ്തകത്തിലുണ്ട്. അതല്ല അവരുടെ ലക്ഷ്യം. ചേച്ചി പറഞ്ഞിരിക്കുന്ന നഗ്നത ഷൂട്ട് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഈ പോയവരൊക്കെ ആലോചിച്ചത്. ഞാൻ നഗ്നതയല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ നളിനി ചേച്ചിയുടെ ആത്മാവിനെ കുറിച്ചാണ് ആലോചിച്ചത്. എന്തായാലും ഞാനങ്ങ് പിന്മാറി. തള്ളുന്ന പറഞ്ഞെല്ലാം വാങ്ങിച്ചോണ്ട് പോട്ടെ, ഇവരെല്ലാം ചെയ്തിട്ട് അവസാനം ഞാൻ ചെയ്യാം എന്ന് വെച്ചു. ഒന്നും സംഭവിച്ചില്ല. ബുദ്ധിമതിയായ ചേച്ചിയെ പറ്റിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. 2 ദിവസം മുമ്പ് നളിനി ചേച്ചി പുതിയ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ കോഴിക്കോട്ട് ഒരു കോളേജിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാനായിട്ട് പോകാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും. ഞാൻ ഉച്ചയ്ക്ക് ഒരു 12-1 മണിയാകുമ്പോൾ തമ്പാനൂരെത്തും. പക്ഷേ എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ട്രെയിൻ വൈകിട്ട് 6:30-നാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ഞാൻ തമ്പാനൂരുണ്ടാവും. നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്ത് ചേച്ചി, കാണാം. ഈ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി തിരുവനന്തപുരത്ത് എത്തിയോ എന്ന് ഞാൻ വിളിച്ചു കേട്ടപ്പോൾ എത്തി. ഞാൻ പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ചോദിച്ചു, നമ്മളെവിടെ കാണും? ഞാൻ പറഞ്ഞു, ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറിന് 30 രൂപ കൊടുത്താൽ AC റൂമിലിരിക്കാം. അങ്ങനൊരു സംവിധാനമുണ്ട്. ചേച്ചിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അന്വേഷിച്ച്, ഓക്കെ ഞാൻ അവിടെ ഇരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ സിന്ധുവുമായിട്ട്
നളിനി ചേച്ചിയെ കാണാൻ പോയി. 3-4 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ചേച്ചിയുടെ പുസ്തകങ്ങളുടെ അടക്കം. പിന്നെ അവിടുത്തെ വെയിറ്റർ ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശയും ചായയും കുടിച്ചു 3 പേരും. അങ്ങനെ സന്തോഷകരമായി ചേച്ചി കോഴിക്കോട്ടേക്കും ഞങ്ങൾ വീട്ടിലേക്കും പോന്നു. ഇതിൽ കാണിക്കുന്ന ഒരു കാര്യം പറഞ്ഞ എൻ്റെ കുടുംബകലഹം ഉണ്ടാവും. ഇതിൽ കാണിക്കുന്ന വീഡിയോയും സ്റ്റില്ലും ഒക്കെ എടുത്തത് ക്യാമറ വുമൺ സിന്ധുവാണ്. നളിനി ചേച്ചിയുടെ ഒരു പുതിയ പുസ്തകം ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്ന, കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ പോയി അവർക്ക് നേരിട്ട് പണ്ട് പോയിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച ശേഷം ഒരു വലിയ പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് നളിനി ചേച്ചി. ചേച്ചി കോഴിക്കോട്ട് നിന്ന് ആരെയോ കാണാൻ തൃശ്ശൂർ ഇറങ്ങും, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് ഇറങ്ങും. അത് കഴിഞ്ഞ് വീണ്ടും മടക്കയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ കാണാം, എന്നെ വിളിക്കാം, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വിളിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും, ചേച്ചി തിരിച്ച് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നുകൂടി കാണും. നമസ്കാരം. സിനിമ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സിനിമ വാരഫലം ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന്, അത് എത്ര പേർ കാണുന്നു എന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച മലയാള സിനിമയിൽ നടന്ന എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ പറയുന്നുവെന്ന് അറിയാനായിരിക്കണം. ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അമ്മയുടെ തലപ്പത്ത് വന്ന ആർക്കെങ്കിലും ഈ പഴമൊഴി അറിയാമോ എന്ന് എനിക്കറിയില്ല. വാശിയേറിയ പോരാട്ടത്തിലൂടെയാണല്ലോ അമ്മയ്ക്ക് ദോഷം വരണേ എന്ന് ഒരു കൂട്ടർ ശടിക്കുമ്പോൾ അമ്മയ്ക്ക് ദോഷം വരാത്ത ഒരു ടീം ജയിച്ചു. ഞാൻ അവരുടെ പക്ഷത്താണ്. അമ്മ എന്ന് പറഞ്ഞ സംഘടന അടുത്ത 3 വർഷം ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് ജയിച്ചത്. അതിൽ 1-2 സ്പൈ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിലും ഇവരെ കൂടെ കൂടാൻ പറ്റാത്തവർ 2 പേരെങ്കിലും ജയിച്ചിട്ടുണ്ട് ചുരുങ്ങിയത്. ആ 2 പേരും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോയേനെ ഭരണം. അടുത്ത 3 വർഷം കൊണ്ട് സംഘടനയ്ക്ക് ഗുണകരമാകുന്നതൊക്കെ ചെയ്യുക, കൈനീട്ടം മുടങ്ങാതിരിക്കത്തക്കവണ്ണം ഫണ്ടുണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുക, സംഘടനയിൽ വിമത ശബ്ദം ഉണ്ടാകാതെ സൂക്ഷിക്കുക, ഒരു വക്താവിനെ, പത്രക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വക്താവിനെ വയ്ക്കുക, ആ ആൾ മാത്രം സംഘടനയുടെ അംഗങ്ങളുടെ കാര്യങ്ങൾ പറയുക. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കുറേ എണ്ണം ചന്തപ്പെണ്ണുങ്ങളെ പോലെ വായിട്ടലച്ച മാതിരി വർത്തമാനം പറയാൻ ഇനി അമ്മയിലെ ഭരണാധികാരികൾ സമ്മതിക്കരുത്. നിലവാരമില്ലാത്ത വർത്തമാനമായിരുന്നല്ലോ കുറേ കൂതറകൾ. സംഘടനാ നേതൃത്വം പറയുന്നത് അനുസരിക്കാത്തത് ഇനി മോഹൻലാലോ മമ്മൂട്ടിയോ ആയാലും ശരി അംഗീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ബി ഉണ്ണികൃഷ്ണനെ വേണേൽ നിങ്ങൾക്ക് മാതൃകയാക്കാം. ജനുവിനായ പരാതികൾ മാത്രം സ്വീകരിക്കുക. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനോ ഒരാളെ തോൽപ്പിക്കാനോ ഇറക്കിയ നമ്പറുകളുടെ ഒരുപാട് നമ്പറുകൾ ഇറക്കിയല്ലോ, വ്യാജ മെമ്മറി കാർഡ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലുള്ള കാര്യങ്ങൾ ഇനി വച്ച് ഉറപ്പിക്കരുത്. സംഘടനയിൽ നിന്നും വിട്ടുപോകുന്നവരെ പൂവിട്ട് സ്വീകരിച്ച് തിരികെ കൊണ്ടുവരണമെന്നൊക്കെ ആസിഫ് അലിമാർ പറയും, ഉറപ്പായിട്ട് പറയും. ഇപ്പോൾ ആസിഫ് അലി പറഞ്ഞല്ലോ, എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം. വിശാല ഗാന്ധിയനെ പോലെ ആസിഫ് അലി പറഞ്ഞു. ഗോഡ് ഫാദറിൽ 500 പറഞ്ഞ പോലെ കയറി വാടാ മക്കളെ എന്നൊന്നും പറഞ്ഞ് അമ്മയുടെ വില കളയരുത് എന്നാണ് എനിക്ക് കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്. അമ്മ പുറത്താക്കിയതിൽ ഒരു ഷമ്മി തിലകൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഷമ്മിയൊക്കെ തിരുത്തുമെങ്കിൽ തിരിച്ചെടുക്കാവുന്ന ആളുകളാണ്. കാരണം എടുത്തുചാട്ടം മാത്രമുള്ളൊരു പാവത്താനാണ് ഷമ്മി. അതുകൊണ്ട് തന്നെ ഷമ്മിയെ തിരിച്ചെടുക്കുന്നതൊന്നും സംഘടനയ്ക്ക് ദോഷം വരില്ല. അമ്മയെ വെല്ലുവിളിച്ച് കുറുമുന്നണി സംഘടന ഉണ്ടാക്കി എന്നു മാത്രമല്ല, മോഹൻലാൽ, മമ്മൂട്ടി മുതലായവരെ പോലും എന്തൊക്കെയോ പറഞ്ഞു പരത്തിയിട്ടാണല്ലോ കുറേ എണ്ണം ഇറങ്ങിപ്പോയത്. ഒരു പടത്തിലൊരു സംവിധായകൻ പറഞ്ഞ പോലെ അഭിനയിച്ച മമ്മൂട്ടിയെപ്പോലും സ്ത്രീ വിരുദ്ധനായി എന്തൊക്കെയാണ് വിളിച്ചു കൂകിയതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പം തന്നെ അമ്മയിലില്ലാത്ത, അമ്മ പുറത്താക്കാത്ത ഒരു പെണ്ണുപിള്ള കോഴിക്കോട്ടിരുന്ന് കാച്ചിയത് കേട്ടില്ലേ? അമ്മക്കാർ വന്ന് മാപ്പിരക്കണം, ആദ്യയോട് അതിജീവിതയോടും മാപ്പിരക്കണം. എന്നിട്ട് അമ്മയെ തെറിവിളിച്ച് ചാടിപ്പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുമോ? ശ്വേതാമേനോനും കുക്കും കൂടെ പോയി മാപ്പിരക്കോ? അയ്യോ ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാണേ, ഞങ്ങളുടെ ചിലവെടുത്ത് കളയരുതേ, തിരിച്ച് സംഘടനയിലേക്ക് വരണേ എന്ന് മാപ്പിരക്കോ? മാപ്പിരക്കണമെന്നാണ് കോഴിക്കോട്ട് നിന്ന് അവർ പറയുന്നത്. പിന്നെ വേറൊരു കാരണം അവർ പറഞ്ഞത്, മോഹൻലാൽ അടക്കം രാജിവെച്ച് പോയവരുടെ
അനുഗ്രഹ ആശസ്സുകളോടെ വന്നവരാണ് ശ്വേതയും കുക്കുവും അൻസുബയും ലക്ഷ്മിപ്രിയയും ഒക്കെ എന്നാണ്. സ്വാഭിമാനത്തിൻ്റെ പേരിൽ സംഘടന വിട്ടുപോയ നടിമാരെ പുഷ്പവൃഷ്ടിയോടെ തിരികെ കൊണ്ടുവരികയും അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജിവെച്ച് പോകാത്ത രേവതിയെ വരെ തിരികെ കൊണ്ടുവരണമത്രേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിലുള്ള പേരുകൾ. രേവതി രാജിവെച്ച് പോയിട്ടില്ലല്ലോ, അമ്മയിലുണ്ടെന്ന് ഇപ്പോൾ കോൺക്ലേവിനും പറഞ്ഞല്ലോ. ഞാൻ അമ്മക്കാരിയാണെന്ന് രേവതി പറയുന്നുണ്ട്. പത്മപ്രിയ മിണ്ടിയില്ല. മലയാളി ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നവരെ ഊളെ എന്നുവരെ വിളിച്ച് ആക്ഷേപിച്ചവരെ നല്ല ചുവന്ന പരവതാനി വിരിച്ച് കൊണ്ടുവരണമെന്നൊക്കെ പറയും പലരും. അമ്മയെ കുഴി തോണ്ടിയവരെ കണക്കാക്കാതിരുന്നാൽ നല്ലത് എന്ന് ഞാൻ പറയും. തൂറാനും പോണ്ട, കുഴിച്ചു മൂടാനും പോണ്ട എന്നുള്ള നിലപാടായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അമ്മയെന്ന് പുറത്തു വരെ ഞങ്ങൾ തിരിച്ചെടുക്കുമെന്നും പറയണ്ട, തിരിച്ചെടുക്കുകയും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരും സ്വയം രാജിവെച്ച് പോയവരാണ്. ഇപ്പോൾ ഇന്നലെ എക്സിക്യൂട്ടീവ് ആയിരുന്നു, അമ്മയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ്. അതിൽ നിന്ന് ചുരണ്ടി എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ എറണാകുളത്ത് ഈ അമ്മയുടെ കുഴി തോണ്ട നടക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവരിന്ന് ഇന്ന് രാവിലെ വായ അടിക്കുന്നുണ്ട്. ഇത് പണ്ടാരം കാണണ്ടെന്ന് വെച്ചാൽ ഒരു 25 പേര് എനിക്ക് അയച്ചു തരും. ചേട്ടാ ഇത് കണ്ടാ, മറ്റേ സാറ് പറഞ്ഞേക്കണേ കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് മനസ്സിലോടെ കാണുമ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞേക്കണേ. അമ്മേരെ മീറ്റിങ്ങിനകത്ത് കടന്നതൊക്കെ കിട്ടിയെന്ന്. അത് കിട്ടും. കാരണം അമ്മയിൽ ജനറൽ സെക്രട്ടറി ആവാനിരുന്നിട്ട് അവസാനം നിവർത്തികേട് കൊണ്ട് രാജിവെച്ച് പോയ, അല്ലെങ്കിൽ പത്രിക പിൻവലിച്ച് പോയ ഒരാളിന് ഇതിൻ്റെ സ്പൈ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ ഈ ജയിച്ചവരിൽ ഒരാളുണ്ട്. 1-2 പേരെന്ന് പറയാം. അവരിൽ നിന്ന് അയാൾക്ക് കിട്ടുകയും അയാളിൽ നിന്ന് ഈ പറഞ്ഞ യൂട്യൂബർക്ക് കിട്ടുകയും ചെയ്യുമെന്ന് തലയിൽ ആൾ ദിവസമുള്ള എല്ലാവർക്കും മനസ്സിലാവും. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആകണം. അമ്മയ്ക്കകത്ത് നടക്കുന്ന, എക്സിക്യൂട്ടീവിൽ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് വിടരുത്. PB രഹസ്യം ചോർന്നു എന്നൊക്കെ പറയുന്ന കാലമാണെങ്കിലും പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയും. അധികം തുടിക്കാതെ എന്തോ കഷ്ടകാലം പിറകെ വരുന്നുണ്ടെന്ന് ഈ തുടിക്കുന്നവനെ നോക്കി പഴമക്കാർ പറയുമായിരുന്നു. അധികം നീ തുടിക്കണ്ട കേട്ടോ, നിനക്കെന്തോ കഷ്ടകാലം വരുന്നുണ്ട് എന്ന് പറയും പഴമക്കാർ. കൃത്യം അച്ചട്ട് പോലെ അത് സംഭവിക്കാറുമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ, ഒരു MLA ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, പിണറായി വരെ എടാ വിജയ എന്നൊക്കെ വിളിക്കുന്നത് മൈക്കിൽ. രാഷ്ട്രീയം പറയല്ല, നമ്മൾ സീനിയോറിറ്റിയുള്ള ആൾക്കാരോട് അല്പം ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ഈ മാങ്കൂട്ടത്തിനെ പോലെ, KM ഷാജിയെ പോലെ ചിലർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്. എടാ വിജയ എന്നുള്ളൊരു ക്ലിപ്പിങ്സ് ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേനെ, നിൻ്റെ തന്തയെ നീ ഇങ്ങനെയാണോടാ വിളിക്കുന്നതെന്ന് ചോദിച്ചേനെ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം തോന്നി. അത് പിണറായി ആയതുകൊണ്ടല്ല, ഒരാളെ അങ്ങനെ വിളിക്കരുത്. അച്ഛൻ്റെ പ്രായമുള്ളവരൊക്കെ എടാ വിജയ എന്നൊക്കെ വിളിക്കുന്നത് തെമ്മാടിത്തരമാണ്. ഇവൻ അധികം തുടിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായി തുടിച്ച് നടക്കുകയായിരുന്നല്ലോ, എന്തൊക്കെ പുലിവാലികളിൽ വീണു എന്നിട്ടും രക്ഷപ്പെട്ടു. പാലക്കാട്ട് ഇലക്ഷനിലെ പെട്ടിയടക്കം ഒരുപാട് കെണിയിൽ വീണു, പക്ഷേ എങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സരിൻ എന്ന ചെറുപ്പക്കാരന് കിട്ടേണ്ട സീറ്റ് ഷാഫി പറമ്പലിൻ്റെ ബാക്കിങ്ങിൽ അടിച്ചെടുത്ത് പാലക്കാട്ട് മത്സരിക്കുമ്പോൾ അവിടം ഒരു ചന്തയാക്കി മാറ്റി ഈ പയ്യൻ എന്ന് പറയാം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് പിടിക്കാൻ ചെന്നിട്ട് റീൽ ഷൂട്ടായിരുന്നു ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ മാങ്കൂട്ടും കൂടെ ചെയ്ത. രണ്ടും ചക്ക ഈച്ചയാണല്ലോ. ചാണ്ടി ഉമ്മനെ പോലുള്ളവർ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ പോലുള്ള മണ്ടന്മാർ വെയിലും മഴയും കൊണ്ട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അർമാദിക്കുകയായിരുന്നു ഈ പറമ്പിലും മാങ്കൂട്ടും. കാറിൽ വരുന്ന റീലെടുക്കുക, പോസ്റ്റ് ചെയ്യുക, ബൈക്കിൽ വരുന്ന റീലെടുക്കുക, പോസ്റ്റ് ചെയ്യുക, നടന്നു വരുന്ന എടുക്കുക, ഇങ്ങനെ റീലെടുക്കൽ മാത്രമായിരുന്നു, വോട്ട് ചോദിക്കലില്ലായിരുന്നു. കെ കരുണാകരൻ്റെ മകൾ പത്മജയ്ക്ക് എത്ര തന്തയുണ്ടെന്നുള്ള പ്രയോഗം നടത്തിയ ആളാണ് ഈ പയ്യൻ. അന്ന് നിയന്ത്രിക്കണമായിരുന്നു KPCC ഈ മാങ്കൂട്ടത്തിനെന്ന് ഞാൻ പറയും. പക്ഷേ പത്മജയുടെ ജ്യേഷ്ഠനായ മുരളീധരൻ പോലും ഞാൻ ഇവിടത്തുകാരനല്ല എന്ന ശൈലിയിലായിരുന്നു. ഇന്ന് അദ്ദേഹം TV യിൽ പറയാണ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ പരാതി പറഞ്ഞാൽ അതിനൊന്നും കേസെടുക്കാക്കില്ലെന്ന്. അദ്ദേഹം ഇദ്ദേഹത്തെ ന്യായീകരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു കഥയാണ്. നമ്മളെന്തിന് ഇതിലൊക്കെ അത് പറയണമല്ലേ. അയാൾ പറയുന്നു, ഈ പെമ്പിളരെല്ലാം പരാതി കൊടുത്ത, അല്ലെങ്കിൽ പരാതി പറയുന്ന പെമ്പിളരെല്ലാം വ്യാജ പരാതികളാണ് കൊടുക്കുന്നതെന്ന് മുരളീധരൻ പറയുന്നു. അപ്പോൾ മുരളീധരൻ്റെ തന്തയ്ക്ക് പറഞ്ഞിട്ട്, പത്മജയുടെ തന്തയെ പറഞ്ഞാൽ മുരളീധരൻ തന്തയാണല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് പോലും പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല. ഞാൻ മാങ്കൂട്ടത്തിന് പിന്തുണ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പുള്ളി. കേൾക്കുന്ന വാർത്തകളൊക്കെ മോശം വാർത്തകളാവുന്നു. പൂവും കോഴിയുമായിട്ടാണ് ചാവൽ, തിരുവനന്തപുരത്ത് പൂവും കോഴി പറയുന്നത് ചാവലെന്നാണ്. ചാവൽ കോഴിയുമായി പ്രതിഷേധ മാർച്ച്. ഒരു രാഷ്ട്രീയ നേതാവ്
അശ്ലീല സന്ദേശമൊക്കെ ഇന്നത്തെ കാലത്ത് കാച്ചുന്നത് പക്വതയില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയും. കാരണം ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അല്ലെങ്കിൽ ടെലഗ്രാമിലും ഒക്കെ അശ്ലീല പോസ്റ്ററുകൾ ഇടുന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കൊണ്ടു നടന്നത് നീയേ ഷാഫി, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ സതീശ എന്നൊക്കെ വരുന്നു ഈ വിഷയത്തിൽ. പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവാൻ മാങ്കൂട്ടത്തിനെ നിശ്ചയിച്ചപ്പോൾ മുതൽ ഇപ്പോൾ കേൾക്കുന്ന പോലത്തെ കഥകൾ വരികയും സ്ഥാനാർത്ഥിത്വം കൊടുക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആരും അംഗീകരിച്ചില്ല. ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരി, അവരിന്ന് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ അടുത്ത് നിന്ന് അവർ ദുബായിലോ എവിടെയാണ്, അവരെ വളരെ പഞ്ചപുച്ഛമടക്കി തെറികൾ, ഈ ഗാന്ധിയന്മാരിടുന്ന തെറികൾ വരുന്നു മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ. അങ്ങനെ അവർ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു. മാങ്കൂട്ടത്തിൻ്റെ കൊള്ളരായ്മകൾ തുറന്നു പറഞ്ഞപ്പോൾ അവരെ കോൺട്ര ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഹണി ഭാസ്കറിനെ. ഒരു യുവതിയെ ഗർഭഛിദ്രമാക്കിയതടക്കം കഥകൾ വരുന്നു, കേസുകളടക്കം വരുന്നുണ്ട്. കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ എന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിന് ആരോ ചാർത്തി കൊടുത്തു. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ തുടങ്ങിയതാണ് മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. 5 സ്റ്റാർ ഹോട്ടലിൽ റൂമെടുക്കാം എന്നൊക്കെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടും ഒരു മടിയുമില്ലാതെ എന്നെ ആരും പുറത്താക്കിയതല്ല, ഞാനങ്ങ് രാജിവെച്ചതാണ് എന്നാണ് മാങ്കൂട്ടം പറയുന്നത്. എന്തായാലും നടിയും TV അവതാരകയും മോഡലും പത്രപ്രവർത്തകയും ഒക്കെ ആയ റിനി ആൻഡ് ജോർജാണ് ഈ ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒരു വലിയ ആൾബലം ഉള്ളവനോട് മത്സരിക്കുന്നതെന്ന് നോക്കാതെ ഇവനെന്തും ചെയ്യാൻ തയ്യാറുള്ള കുറേ എണ്ണം കൂടെ ചാവേറുകൾ നടപ്പെട്ട് തുറന്നടയ്ക്കാൻ കാണിച്ച ധൈര്യത്തിന് നമ്മൾ അഭിനന്ദിക്കണം ഈ റിനിയെ. ഇങ്ങനെ ആകരുത് വളർന്നു വരുന്ന ഒരു യുവ നേതാവ്, മാതൃകയാകേണ്ട ആളാണ് എന്നൊക്കെ ഉപദേശിച്ചിട്ടും വലിയ വലിയ സ്ത്രീ പീഡന കേസിൽപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് 3.5 വർഷമായി നടത്തുന്ന കലാപരിപാടിയിൽ ഇയാൾ ചോദിക്കുന്നത്. ഇവിടെ വലിയ വലിയ നേതാക്കളുടെ പേരിൽ, PJ കുര്യൻ്റെ പേരിൽ, വിൻസെൻറ്റിൻ്റെ പേരിൽ, മറ്റേ അവിടെ പെരുമ്പാവൂർ MLA ഉണ്ടല്ലോ ഒരു കവിതയൊക്കെ എഴുതുന്ന ആൾ, അയാളുടെ പേരിൽ ഒക്കെ വന്നില്ലേ, എന്നിട്ട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം 3.5 വർഷമായിട്ട് പെമ്പിള്ളേരോട് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. നേതാക്കന്മാരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും അടക്കം മാങ്കൂട്ടം മോശമായ കമൻറ്റുകളിട്ട് പലതിനും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് അഭിനയിച്ചത്. അടുത്ത കഥ ഞാൻ അഭിമാനത്തോടെ പറയും. കണ്ടവൻ ചെയ്തു വച്ചതിനെ കക്കാതെ ചുരണ്ടാതെ ഗുരുവിൻ്റെ ശൈലി അടിച്ചു മാറ്റാതെ സ്വന്തം മേൽവിലാസമുണ്ടാക്കി സംഗീതരംഗത്ത് സംഗീതകാരനായി മാറിയ മനുഷ്യനാണ് M ജയചന്ദ്രൻ. സ്നേഹപൂർവ്വം ഞാനടക്കം കുട്ടൻ എന്ന് വിളിക്കുന്ന ജയചന്ദ്രൻ. ജയചന്ദ്രനും ശരത്തും മാത്രമാണ് ഇനി സംഗീത സംവിധാന രംഗത്തെ ക്ലാസിക് ശൈലിയുടെ അവസാന വാക്കുകൾ. സ്വാതി തിരുനാളോ ഭാരതമോ ഒക്കെ ഇനി എടുത്താൽ ഇവരേ ഉള്ളൂ ധൈര്യമായി കൊടുക്കാം. ബാക്കിയെല്ലാം ചുരണ്ടണ വീരന്മാരാണല്ലോ. കണ്ടവൻ ചെയ്തു വെച്ചിരിക്കുന്നതിനെ ചുരണ്ടുക എന്നുള്ളതാണല്ലോ. സംഗീതത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാതിരിക്കുക, എന്നിട്ട് ലക്ഷങ്ങളും കോടികളും വാങ്ങിക്കുക. ഒരു വിവാദത്തിനും തലവെച്ച് കൊടുക്കാതെ മാന്യമായി ജീവിക്കുന്ന ആളാണ് കുട്ടൻ എന്ന ജയചന്ദ്രൻ. അയാളുടെ പേരിൽ ഒരാൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ അടിച്ചു വിടുന്നത് എന്തിനാകും എന്നാണ് ഞാൻ ആലോചിച്ചത്. ഏത് കൊലകമ്പൻ ഹാർമോണിയവും വച്ചിരുന്നാലും എൻ്റെ സിനിമയിൽ എത്ര പാട്ട് വേണം, അതാര് എഴുതണം, ആര് സംഗീതം നൽകണം, ആരെക്കൊണ്ട് പാടിക്കണം എന്നൊക്കെ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ഒരു പരിധിവരെ നിർമ്മാതാവുമായിരിക്കും, അല്ലെങ്കിൽ തിരക്കഥാകൃത്തും കൂടി ചേർന്നായിരിക്കും തീരുമാനിക്കുന്നത്. എൻ്റെ പടത്തിൽ ആര് പാടണം, എൻ്റെ കഥാപാത്രം ആര് പാടണം, ആരുടെ ശബ്ദത്തിൽ കേൾക്കണമെന്ന് സംവിധായകനാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അത് നിർമ്മാതാവിനോടും തിരക്കഥാകാരനോടും ചർച്ച ചെയ്തിരിക്കാം. അങ്ങനെ അവർ 3 പേരും കൂടെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കും ഒരു പടത്തിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. സാക്ഷാൽ ദേവരാജ മാഷ് പോലും ഭാസ്കരൻ വേണ്ട, വയലാർ മതിയെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നട്ടലുള്ള സംവിധായകനാണെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അങ്ങനെ പറയണം ഒരു സംവിധായകനായാൽ എന്ന പക്ഷക്കാരനാണ് ഞാൻ. 20 സിനിമകളിൽ നിന്ന് BR പ്രസാദിനെയും 12ഓളം സിനിമകളിൽ നിന്ന് വയലാർ ശരചന്ദ്രവർമ്മയെയും M ജയചന്ദ്രൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാണ് BR പ്രസാദിൻ്റെ അനുസ്മരണ വേദിയിൽ നിന്ന്
രാജീവ് ആലിംഗൽ എന്ന മഹാൻ പ്രസംഗിച്ചത്. കൈയടി കിട്ടുമല്ലോ. ബി ആർ പ്രസാദിൻ്റെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ബി ആറിൻ്റെ ഭാര്യയും മക്കളും നാട്ടുകാരും ഒക്കെ ഇരിക്കുമ്പോൾ പറയാമല്ലോ, ആ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ബോറൻ ബി ആർ പ്രസാദിനെ 20 സിനിമകളിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ കൈയടി കിട്ടും. ബി ആർ പ്രസാദിൻ്റെ അനുസ്മരണമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ സാമദ്രോഹി, എന്നാലും എൻ്റെ ഭർത്താവിനെ 20 പടത്തിൽ നിന്ന് ഒഴിവാക്കിയല്ലോ എന്ന് പറയും. അവരുടെ മുന്നിൽ ഒന്ന് ആളാകാൻ രാജീവ് ആലിംഗൽ പറഞ്ഞതാണ് ഈ വിടുവായിത്തനമെന്ന് ഞാൻ പറയും. രണ്ടുപേരെയും ചേർത്ത് ബി ആർ പ്രസാദിനെയും വയലാർ ശരത്ചന്ദ്രവർമ്മയും ഒഴിവാക്കിയതിലൂടെ 20, 12, 32 സിനിമകളിൽ ബി ആറിനെയും വയലാറിനെയും കൂടെ ചേർത്ത് ഒഴിവാക്കി. വേറെ ആരെക്കൊണ്ട് എഴുതിച്ചുവെന്ന് ആലിംഗൽ പറയുന്നില്ല. ചൊറിയും കുത്തിയിരിക്കുന്ന ONV കുറിപ്പിനാണോ ശ്രീകുമാരൻ തമ്പിക്കാണോ കൊടുത്തതായിരിക്കാം എന്നായിരിക്കും ഇയാൾ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ONV കുറിപ്പിനെയോ ശ്രീകുമാരൻ തമ്പിയെയോ ഒക്കെ വിളിച്ച് ഈ 32 പടം ഈ ചൊറണ്ടിയ ഈ ഗെറ്റ് ഔട്ട് അടിച്ച ബി ആർ പ്രസാദിനെയും വയലാർ ശരത്ചന്ദ്രവർമ്മയും ഗെറ്റ് ഔട്ട് അടിച്ച പാട്ടുകൾ മുഴുവൻ ഇവർക്ക് ആയിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. എന്തൊരു മണ്ടത്തരങ്ങളും എന്തൊരു ശുദ്ധ നുണയുമാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. എത്ര വർഷം വേണം 32 പടങ്ങൾ ചെയ്യാനെന്ന് പോലും തള്ളിമറിച്ചപ്പോൾ ആലിംഗൽ ആലോചിച്ച് കാണില്ല. ജയചന്ദ്രൻ ഒരു പാവമല്ലേ, അയാളെ കുതിര കയറാം എന്ന് കരുതിയിട്ടുണ്ടാവും. ആലിംഗലിൻ്റെ വരികൾക്ക് ഏറ്റവും കൂടുതൽ സംഗീതം നൽകിയ ആളാണ് ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ജയചന്ദ്രൻ ഇത്രയും വേണമെന്ന് ഞാൻ പറയും. എപ്പോൾ വന്നാലും ചേട്ടാന്ന് വിളിച്ച് ജയചന്ദ്രൻ്റെ കാൽ തൊട്ട് നമസ്കരിക്കുമായിരുന്നു അത്രേ ഈ മഹാൻ. ഗോഡ്സെ മഹാത്മാഗാന്ധിജിയെ വെടിവെക്കുന്നതിന് മുമ്പ് ഗാന്ധിജിയുടെ കാലിൽ തൊട്ട് അടങ്ങിയിരുന്ന കഥ കുട്ടൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജയചന്ദ്രൻ അത് ഓർത്തില്ല എന്ന് തോന്നുന്നു. ഈ കാലിൽ തൊട്ട് തൊഴുതിട്ട് നമ്മളെ പാര വയ്ക്കാനാണ് അവൻ തൊഴുന്നതെന്ന് ജയചന്ദ്രൻ മനസ്സിലായി കാണില്ല. കള്ളത്തരം പറയുന്നതിൽ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അത് രാജീവ് ആലിംഗലിന് കൊടുക്കണമെന്നാണ് ജയചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ശുപാർശ. പുത്തഞ്ചേരി ജീവിച്ചിരിക്കുമ്പോൾ പോലും ആലിംഗലിൻ്റെ കഴിവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പലരോടും കുട്ടൻ പറഞ്ഞിട്ടുണ്ടത്രേ. അപ്പോൾ ഇത്രയും വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി ഇവിടെ കിടക്കുന്നു, രാജീവ് ആലിംഗൽ ഇവിടെ കിടക്കുന്നു. നല്ല മിടുക്കനായ പയ്യനാണ് കേട്ടോ എൻ്റെ അനിയെ. ഗിരീഷ് പുത്തഞ്ചേരിക്ക് നല്ല കാശ് കൊടുക്കണം, സമയത്തിന് വന്ന് എഴുതിയും തരില്ല. അതിനേക്കാളും നമുക്ക് ഇയാളെ പരീക്ഷിച്ചൂടെ എന്ന് പലരോടും ചോദിച്ചു, പല സംവിധായകരോടും ചോദിച്ചു എന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. വയലാർ ശരത്ചന്ദ്രവർമ്മയെ വിളിച്ച് ഞാൻ എപ്പോഴാണ് ചേട്ടൻ്റെ അവസരങ്ങൾ കളഞ്ഞതെന്ന് കുട്ടൻ തിരക്കിയപ്പോൾ ശരത്ത് പറഞ്ഞ ഉത്തരം മാത്രം മതി രാജീവിന്. വിട്ടേക്ക് കുട്ട, രാജീവ് എങ്ങനെ പല സമയങ്ങളിലും പലതും പറയാം, വിട്ടേക്ക്. ഇതായിരുന്നു വയലാർ ശരത്ചന്ദ്രവർമ്മ ആശ്വസിപ്പിക്കാനായി ജയചന്ദ്രനോട് പറഞ്ഞത്. അതിലെല്ലാം ഉണ്ട് ജയചന്ദ്ര എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ ചെയ്ത സിനിമയിൽ ഒരു പൊട്ടപ്പടവേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മഹോത്തരമായ ഒരു സിനിമയെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം ചെയ്തത് അതിലെ തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരിയാണെന്ന് ഫിക്സ് ചെയ്തു. സമ്മതം പുള്ളിക്ക്. ഞാൻ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജയചന്ദ്രൻ തന്നെ ആയിരിക്കും. ഞാൻ ജയചന്ദ്രനെ കണ്ടു. അപ്പോൾ ജയചന്ദ്രൻ ചോദിച്ചു ആരാ എഴുതണം? ഞാൻ പറഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി. ഓക്കെ ചേട്ടാ, ഓക്കെ. ഞാൻ വന്നത് അതിനല്ല ജയചന്ദ്ര, കുട്ടൻ ഒരു കാര്യം ചെയ്യണം. 2 പാട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിലേതെങ്കിലും ഒരു പാട്ട് വേണുഗോപാലിനെ കൊണ്ട് പാടിക്കണം. എന്ത് ചേട്ടാ? വേണു ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്ന കാലം മുതൽ, ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഊഴത്തിലെ കാണാനഴകുള്ള മാണിക്കക്കുയിലെ എന്നുള്ള പാട്ട് പാടിയത് വേണുവാണ്. അന്നു മുതൽ എവിടെ വെച്ച് കണ്ടാലും വേണു പറയും, ദിനേശേ നീ സംവിധായകനാകുമ്പോൾ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കണേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു പാട്ട് ജയചന്ദ്രൻ പറഞ്ഞു. ബാക്കി ആരെ വെച്ച് വേണമെങ്കിലും കുട്ടൻ പാടിപ്പിച്ചോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഗിരീഷ് പുത്തഞ്ചേരി ഞാനുമായിട്ട് പാട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ തെറ്റി. അതും കുട്ടന് വേണ്ടിയാണ്. ഞാൻ അടുത്ത ചോയ്സ് വിളിച്ചത് ബി ആർ പ്രസാദിനെയാണ്. ഒരു പാട്ട് എഴുതി, കുട്ടൻ എഴുതി കൊടുത്ത ഡമ്മി വാക്കുകളൊക്കെ വെച്ച് ഒരു പാട്ട് എഴുതി. 2ാമത്തെ പാട്ട് എഴുതാത്തോണ്ട് അയാളെ കട്ട് ചെയ്ത് വിട്ടു. 3ാമത്തെ ആളായിട്ട് ശരത്ചന്ദ്രവർമ്മ വന്നു. അയാൾ ആ മിഴികളിൽ നിന്നുള്ള പാട്ടും ചെയ്തു. എന്നോട് ഒരു സംഗീത സംവിധായകനോ എന്നോടൊരു ഗായകനോ അല്ലെങ്കിൽ ആരോ ആവട്ടെ ഇതിലെ പാട്ട് എഴുതേണ്ടത് ഇന്ന ആളാണെന്ന് ഞാൻ പോയി പണി നോക്കാൻ പറയും. അങ്ങനെയാണ് ഭൂരിപക്ഷം സിനിമാക്കാരും സംവിധായകരും എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെയാണ് പാവം ഇയാളെ ജയചന്ദ്രനെ ആലിംഗൽ ഒരു പണി കൊടുത്തു. അടുത്ത രസകരമായൊരു കഥയാണ്. ഞാൻ ഇന്നുവരെ മൂന്നാറിൽ പോയിട്ടില്ല. എന്നെ വിദേശത്ത് എന്താ പറയുക, സിംഗപ്പൂരും മലേഷ്യയും കാണാനായിട്ട്, അമേരിക്കയും കാനഡയും കാണാനായിട്ട് ഇങ്ങനെ പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇതുവരെ കൈ കൊടുത്തിട്ടില്ല. ഞാൻ അവരോടൊക്കെ പറയുന്നത് ഞാൻ തിരുവനന്തപുരം മൊത്തം കണ്ട് തീർന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അറിയാമല്ലോ, മൂന്നാർ കേരളത്തിലാണ്. ഞാൻ പോയിട്ടില്ല ഇതുവരെ. വാഗമണ്ണിൽ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് മകൻ പഠിക്കാൻ പോകുമ്പോൾ പലതവണ
ഷോർട്ട് കട്ടിലൂടെ മൂന്നാറിലേക്ക് പോകാം എന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ സാഹചര്യങ്ങളിൽ പോയില്ല. പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്, ഒരുപാട് റിസോർട്ടുകളുണ്ട്, 2 നാളത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് പലരും വിളിച്ചു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം പോലും ഇതുവരെ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല, പിന്നെയല്ലേ മൂന്നാർ. എന്തിനാണിപ്പോൾ മൂന്നാറിൽ പിടിക്കുന്നത് എന്നാവും കാണുന്ന നിങ്ങളുടെ ന്യായമായ സംശയം. പറയാം. കഴിഞ്ഞ കുറേ കാലമായി സിനിമാക്കാരെക്കുറിച്ച് നല്ല മതിപ്പാണ് പൊതുജനങ്ങൾക്ക്. എന്തെല്ലാം തറക്കഥകളാണ് സിനിമാക്കാരെക്കുറിച്ച് ദിനവും കേൾക്കുന്നത്. മര്യാദയ്ക്ക് ജോലി ചെയ്തു പോകുന്നത് പോലെ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ വരുന്നവർ അടക്കം സിനിമയിലുള്ളത് മറക്കാൻ പാടില്ല. ഞാൻ മറക്കില്ല. വളരെ മാന്യമായ ജോലി ചെയ്ത് മര്യാദയ്ക്ക് കാശ് വാങ്ങി പോകുന്ന എത്രയോ മാന്യന്മാരും മാന്യ സ്ത്രീകളുമുണ്ട്. എന്നാൽ സിനിമയുടെയും ടി വിയുടെയും ഒക്കെ എല്ലാത്തിലും കയറി കൈകടത്തുകയും അവതാരക എന്നുള്ള രീതിയിൽ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടെ മംഗ്ലീഷും എല്ലാം കൂടെ ചേർത്ത് വാചകമടിക്കുകയും പിന്നെ മോഡലാവുകയും ഒക്കെ ചെയ്യുന്ന പേരിലും പ്രശസ്തിയിലും കൈ നിറയെ പണവും ഒക്കെ എവിടെ പോയാലും 100 യൂട്യൂബർമാർ കോലും പിടിച്ചോണ്ട് പുറകെ നടക്കാനും ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കാനും ഉദ്ഘാടനവും ഏതെങ്കിലും ബാർബർ ഷാപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അവതാരകയും ഒക്കെ ആകുമ്പോൾ ചിലരുടെ കൺട്രോൾ പോവുക സ്വാഭാവികമാണ്. മനുഷ്യനല്ലേ, കൺട്രോൾ പോവും. അങ്ങനെയുള്ള ഒരവതാരം പണ്ട് ജഗതി പറഞ്ഞ പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത, ഭാഷ ഏതെന്ന് അറിയാത്ത ഈ കൂതറ. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്താണ് ഈ കൂതറ ഇരുന്നത്. സത്യം പറഞ്ഞാൽ കുളിക്കാത്ത പോട്ടെ, പല്ല് പോലും തേച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. തലേ ദിവസം അടിച്ച് കോണായതിൻ്റെ എല്ലാ ഭാവങ്ങളും ചേർത്ത് ഇങ്ങനെ ഇരിക്കുക തൂങ്ങി തൂങ്ങി ട്രെയിനിൽ. ഞാൻ ഇങ്ങനെ എറണാകുളം വരെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, ഇതെന്തൊരു കോലമെന്ന്. പെമ്പിളരാകുമ്പോൾ ഇത്തിരി വൃത്തിയും മേനിയൊക്കെ നടക്കണ്ടേ, ഇതല്ല, അടിച്ച് പിരുന്ന് നടക്കുക. അങ്ങനെയുള്ളൊരു കൂതറ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അല്ലെങ്കിൽ ജഗതി പറഞ്ഞതുപോലെ പറയുന്നത് ഏത് ഭാഷ എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത ആ കക്ഷി അതുപോലെ തന്നെ സമാസമം നിൽക്കുന്ന 2 കൂതറകളെയും കൂട്ടി, കൂട്ടുകാരെയും കൂട്ടി മൂന്നാർ സന്ദർശിച്ചു. ഒരു പാവം പിതാവ്, ഒരച്ഛൻ ഭയങ്കര സങ്കടത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത്. സിനിമാക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നാണം തോന്നി ആ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. വെള്ളമടിച്ചാൽ കൂതറയാകുന്ന ആളാണ് ഈ അവതാരക. ഫിറ്റായി കഴിഞ്ഞാൽ തുണിമണിയൊക്കെ ഊരി അങ്ങ് എറിയും. എന്നിട്ട് ഡാൻസ് എന്ന് പറഞ്ഞ് പേക്കൂത്തൊക്കെ നടത്തും. ഗൾഫിലൊക്കെ ചെന്ന് തുണിമണിയില്ലാതെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും വീഡിയോയിൽ. അങ്ങനെ പേക്കൂത്ത് നടത്തുന്ന ഈ കൂതറയും 2 കൂട്ടുകാരികളും കൂടി മാന്യമായി നടക്കുന്ന ഒരു റിസോർട്ടിൽ ഒരു സന്ധ്യയ്ക്ക് ചെന്ന് മൂന്നാറിൽ ചെന്ന് റൂമെടുത്തു. കഴിഞ്ഞ ആഴ്ചയാണ്, അല്ല 6 വർഷം മുമ്പുള്ള കഥയല്ല പറയുന്നത്. 6 കുപ്പി ബിയറും 1 കുപ്പി മദ്യവും ഓർഡർ ചെയ്തു. 3 എണ്ണവും കൂടി അടിച്ച് പിമ്പിരിയായി. റൂം മുഴുവൻ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാൾ വെച്ച്. ഞാൻ ഇവിടുന്ന് അവിടെ വാൾ വയ്ക്കുമ്പോൾ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വാൾ വയ്ക്കും എന്ന് പറഞ്ഞാൽ മുറി മുഴുവൻ വാൾ വെച്ചു. കിടക്കയിലും മുറിയിലും ചുവരിലും എല്ലാം ആയിട്ട്. രാവിലെ പകുതി ബോധം വന്നപ്പോൾ എഴിച്ച് ഇന്നലെ അയ്യോ രാത്രി വാൾ വെച്ച സമയത്ത് നമ്മൾ തുണിമണിയൊന്നും എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വാരിയൊക്കെ ചുറ്റി ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്യുമ്പോൾ റൂമിലെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ ഒരു പയ്യൻ കയറി ചെല്ലുമല്ലോ. അവൻ നോക്കുമ്പോൾ അസഹ്യമായ നാറ്റവും മുറി മുഴുവൻ ചുവരിലും കട്ടിലും എല്ലാം ഛർദ്ദിച്ച് വെച്ചിരിക്കുക. ഒന്നും മടിക്കാതെ ആ പയ്യൻ്റെ കയ്യിൽ ഒരു 500 രൂപ എടുത്ത് കൊടുത്തു. എന്തിനെന്നറിയോ? ഛർദ്ദിൽ കോരാൻ. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് ഇവളുമാരുടെ ഛർദ്ദിൽ വാരാനായിരുന്നില്ല സാറേ എന്നാണ് ആ പാവം പിതാവ് എന്നോട് പറഞ്ഞത്. എൻ്റെ മകൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് സാറേ. അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് ഇതുപോലുള്ള അലവലാദികൾ വന്ന് കൂതറകൾ വന്ന് ഛർദ്ദിച്ച് വയ്ക്കുന്ന വാരാനല്ല. അവൻ്റെ ഒരു ഗതികേട് സാർ. അവൻ ആ 500 രൂപ വാങ്ങിയിട്ട് ആ ഛർദ്ദിൽ മുഴുവൻ കോരി. നമ്മളെവിടെയൊക്കെ പേര് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞാൽ നമ്മളൊപ്പാകത്താവും. കാരണം സ്ത്രീ പക്ഷ ഭരണമല്ലേ ഇവിടെ നടക്കണേ. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അങ്ങനെ ഒരാളെപ്പറ്റി പെട്ടെന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കൊല്ലം തുളസിയെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയാം എന്ന് ഞാൻ പറയും. ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. മാന്യമായ ജോലി ഉണ്ടായിരുന്നു കോർപ്പറേഷനിൽ. മോശമല്ലാത്ത ജീവിത സാഹചര്യമുള്ള ആളാണ്. സ്വന്തം വീടും ഒക്കെ ഉണ്ട്. കവിതയും കഥയും ഒക്കെ എഴുതാൻ അറിയാവുന്ന മിടുക്കൻ. മോശമല്ലാതെ അഭിനയിക്കാനും അറിയാം.
തെറ്റില്ലാത്ത അവസരങ്ങളും കിട്ടി. എല്ലാം അനുകൂല സാഹചര്യങ്ങൾ ഉള്ള ചുരുക്കം മനുഷ്യരിൽ ഒരാളായിരുന്നു തുളസിയേട്ടൻ. നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത വലയം തുടങ്ങും മുമ്പ് എന്നെ വിളിച്ചു, ദിനേശേ പരമ്പര ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടു. എല്ലാം ആധികാരികമായിട്ട് ചോദിക്കൂ. അതെ, മോശമല്ലാത്തൊരു വേഷം തരാം. നിൻ്റെ ഗുരുനാഥനെ പോലെ എന്നെ പറ്റിക്കരുത്. ഇല്ല, ഉറപ്പ്. അപ്പോൾ ഈ ഗുരുനാഥനും ഇദ്ദേഹവും ഒന്നിച്ചാണ് കൊല്ലത്ത് വർക്ക് ചെയ്തത്. അതിൻ്റെ കോംപ്ലക്സ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. രണ്ടുപേരും പാര വയ്ക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുനാഥൻ ചെയ്ത ഒരു സിനിമയിലും തുളസി വച്ചിട്ടില്ല. തുളസിയേട്ടൻ പറഞ്ഞാൽ അവനെ പോകാൻ പറയാം, അവൻ്റെ പടം ഇല്ലെങ്കിൽ എനിക്ക് പടങ്ങളില്ലേ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ ഒരു ദിവസം സാറിനോട് പറഞ്ഞ്, സാറേ ഒരു പടത്തിലെങ്കിലും അങ്ങനെ ശരിയാവില്ല, തലവേദനയാണ് ദിനേശ് എന്ന് വച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ പറയാണ്, നിൻ്റെ ഗുരുനാഥനെ പോലെ പറ്റിക്കരുത്. ഇല്ല, ഉറപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ നല്ലൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷം വന്നു. തുളസിയെണ്ണം ചെയ്താൽ നന്നാവും. ഞാൻ വിളിച്ചു. അപ്പോൾ ഒന്നും പഠിക്കാതെ എൻ്റെ ചോദിക്കുക, എന്താ വേഷം? ഒരു CI ആണ്, പോസിറ്റീവ് ക്യാരക്ടറാണ്. ഇടയിൽ യൂണിഫോം ഇട്ടും മന്ത്രിയാകാൻ കതറിട്ടും എനിക്ക് മടുത്തു, വേറെ വല്ലതും വരുമ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ വെച്ചാൽ മതി. അക്കാലത്ത് ജയൻ ചേർത്തല, ഇപ്പോൾ അമ്മയുടെ സാരഥിയായ ജയൻ ചേർത്തല ഡബ്ബിംഗ് രംഗത്ത് തുടക്കക്കാരനായിരുന്നു. നല്ല ബന്ധമാണ് എന്നോട് അക്കാലത്ത്. ഞാൻ ആ വേഷം ജയന് കൊടുത്തു. ജയൻ പക്ഷേ ആ വേഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വലയം എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞപ്പോൾ പലയിടത്തും ജയൻ പറഞ്ഞത്, ആ സീരിയലിന് കാശ് മുടക്കാതെ നിർമ്മാതാവായി നെളിഞ്ഞ് നടന്ന ഒരുത്തോണ്ടല്ലോ ഒരു തട്ടിപ്പുകാരൻ, ആ ഓച്ചനാണ് എനിക്ക് ഈ CIയുടെ വേഷം തന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനല്ല കൊടുത്തതെന്ന്. എന്തായാലും ജയൻ CI ആയി നന്നായി അഭിനയിച്ചു. ആ വേഷം സ്ക്രിപ്റ്റിൽ ഡെവലപ്പ് ചെയ്തു. 10-75 എപ്പിസോഡുകളിൽ ആ കഥാപാത്രം വന്നു. കുറേ നാൾ കഴിഞ്ഞ് തുളസി ചേട്ടനെ കണ്ടപ്പോൾ, എടേ ദിനേശേ, ആ വേഷം അത്രയും വലുതാണെന്ന് നീ എന്താ എന്നോട് പറയാത്തത് നന്നായി. ചെറിയ എന്താ സൈഡ് റോളെന്ന് പറഞ്ഞാണ് CIയുടെ വേഷം ഏക്കാത്തത്. അപ്പോൾ 10-75 തുറക്കുമ്പോൾ വലയത്തിൽ ജയൻ ചേർത്തലെ കണ്ടപ്പോൾ പുള്ളി ഞെട്ടി. നീ എന്താ എന്നോട് പറയാത്തതെന്ന് ചോദിച്ചു. ഇതാണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്തു. തുളസി ചേട്ടൻ താമസിക്കുന്ന വലിയ ശാലയിൽ വീടിനടുത്തുള്ള ഒരു പയ്യൻ, തുളസി ചേട്ടൻ പെൻഷനായപ്പോൾ കുറേ ലക്ഷങ്ങൾ കിട്ടുമല്ലോ, ആ കിട്ടിയ തുകയിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു. പലിശ സ്വാഭാവികമായിട്ടും മുടങ്ങി അത് 5 ലക്ഷമായി. കാശ് കേട്ടപ്പോൾ പയ്യൻ കൈമലർത്തി കാണിച്ചു, എൻ്റെ ഇല്ലാന്ന്. അവൻ അക്കാലത്ത് ഈ കൈമലർത്തി കാണിക്കുന്ന കാലത്ത് അവൻ യുവമോർച്ചയുടെ നേതാവായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഏത് യുവമോർച്ചയുടെ പ്രകടനം വന്നാലും ക്യാമറയിൽ വരാനായിട്ട് മുൻനിരയിൽ നിന്ന് പോലീസിൻ്റെ അടി വാങ്ങിക്കുക, മറ്റേ വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് കുളിക്കുക, ഇതൊക്കെ ആയിരുന്നു ആ പയ്യൻ്റെ ജോലി. തുളസി ചേട്ടൻ അവൻ അതുകൊണ്ടൊരു ധൈര്യമുണ്ട് ഇങ്ങോട്ട് ഉടക്കാമെന്ന്. തുളസി ചേട്ടൻ വഴക്കിനൊന്നും പോയില്ല, നേരെ കൊണ്ടൊന്ന് കേസ് കൊടുത്തു കോടതിയിൽ. വിധി വരുമ്പോൾ ഈ യുവമോർച്ചക്കാരൻ അത് വിട്ടിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരനായി മാറി. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം വരുമ്പോഴും ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്ന് കുളിക്കുക, അർമാദിക്കുക, അടി വാങ്ങിക്കുക, ജയിലിൽ പോവുക, ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. 3 മാസത്തേക്കോ മറ്റോ ആ പയ്യനെ ശിക്ഷിച്ചു. തുളസിയണ്ണ എന്നെ വിളിച്ചു, എടേയ് നിൻ്റെ ചാന്തിവിളയിലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ 2 പെൺപിള്ളേരുണ്ടോടേ? ഉണ്ട്. അതിൽ 2ാമത്തെ പെണ്ണിനെ കെട്ടിയ ചെറുക്കനെ നിനക്കറിയാമോ? അറിയാം, പക്ഷേ എനിക്ക് പരിചയമില്ല. എടേയ് അവനെ എന്നെ നന്നായി ഒന്ന് പറ്റിച്ചു. എന്നിട്ട് ആ കഥ മുഴുവൻ പറഞ്ഞു. 5 ലക്ഷം വേണ്ട ദിനേശേ, എനിക്കൊരു 3 ലക്ഷം തന്നാൽ ഞാൻ ആ കേസ് ഒഴിവാക്കാം. ചേട്ടാ ഞാൻ അവനോട് സംസാരിക്കില്ല, അവനോടൊന്നല്ല ആ പെൺകുട്ടികളോടും സംസാരിക്കില്ല, അയൽവക്കാണെങ്കിലും. ചേട്ടൻ തന്നെ നേരിട്ട് പോ എന്ന് പറഞ്ഞു. തുളസി ചേട്ടൻ നേരിട്ട് പോയി. ഈ പയ്യൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്, അവരൊരു സ്കൂളിലെ അധ്യാപികയാണ്. കാര്യം പറഞ്ഞു. അവൾ കൂളായിട്ട് തുളസി ചേട്ടനോട് മറുപടി പറഞ്ഞു, ഇവിടെ കിടന്നാലും, അതായത് ഈ വീട്ടിൽ കിടന്നാലും ജയിലിൽ കിടന്നാലും എനിക്കൊന്നുപോലെ തന്നെ 3 മാസം അവിടെ കിടന്നിട്ട് വരട്ടെ എന്ന്. കാരണം ചിലവിനൊന്നും കൊടുക്കാതെ ജോലിക്കൊന്നും പോകാത്തവനായതുകൊണ്ട് അവിടെ കിടന്നിട്ട് വരട്ടെ എന്നായി പെൺകുട്ടി. ആ പയ്യൻ പോയി 3 മാസം ജയിലിൽ കിടന്നു. തുളസിയണ്ണൻ്റെ 5 ലക്ഷം സ്വാഹ പോയി കിട്ടി. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്തതും ഇപ്പോൾ തന്നെ കണ്ടില്ലേ. അമ്മയുടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് പോയി. വോട്ട് ചെയ്തിട്ട്
ഇനി പോന്നാൽ മതിയായിരുന്നു തുളസിയേട്ടന്. പക്ഷേ അത് ചെയ്യില്ല. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യണമല്ലോ. തുളസിയേട്ടൻ്റെ ചുറ്റും പപ്പരാസികൾ കൂടി. തുളസിയേട്ടൻ സ്മാർട്ടായി. ഭരണം ആണുങ്ങൾക്കുള്ളതാണ്, പെണ്ണുങ്ങളെപ്പോഴും താഴെ ആയിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ നല്ല ഭരണാധികാരികളിൽ അല്ലെങ്കിൽ ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. അവർ സ്ത്രീയാണല്ലോ. ഇവിടെ ഒന്ന് വിട്ടുവീഴ്ച VS ചെയ്തിരുന്നുവെങ്കിൽ ഗൗരിയമ്മയോ സുശീല ഗോപാലനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയനെ. ഇതൊക്കെ തുളസിയേട്ടൻ അറിഞ്ഞിടാത്തതൊന്നുമല്ല. ക്യാമറ കണ്ടപ്പം പുള്ളി അങ്ങ് ചാടി. ഭരണം ആണുങ്ങൾക്കുള്ളതാണ്, പെണ്ണുങ്ങളെപ്പോഴും താഴെ ആയിരിക്കണം. ആണുങ്ങൾ ഭരിക്കുന്നതിലാണോ ചേട്ടന് താല്പര്യം എന്ന് ഏതൊരു മാപ്പറ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആണുങ്ങൾ ഭരിക്കുന്നതിൽ തന്നെയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൂടെ ഈ മാപ്പറകൾക്ക് കൊടുത്തു. വേഗം വിട്ടോ, വച്ച് കാച്ചിക്കോ എന്ന് ഉപദേശം കൊടുത്തു. കാരണം വാർത്താ പ്രാധാന്യം നേടാവുന്ന ഒരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. ആണുങ്ങൾ മുകളിലും പെണ്ണുങ്ങൾ താഴേക്കാണെന്ന്. പുരുഷന്മാർ എപ്പോഴും പെണ്ണുങ്ങളുടെ മേളിലിരിക്കണം എന്നുകൂടി ഒരു എക്സ്റ്റൻഷൻ പോലെ വച്ചങ്ങ് താങ്ങി. ദ്വയാർത്ഥത്തിൽ പറഞ്ഞതാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയാനും കാർ കയറി മുമ്പ് തുളസിയേട്ടൻ മടിച്ചില്ല. വല്ല കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം തന്നെ ചെയ്യും. ആളുകൾ അറഞ്ചം പുറഞ്ചം തുളസിയേട്ടനെ പൊങ്കാലയിട്ടു. ഒരു കുഞ്ഞു കഥയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരമ്മയുടെ മക്കളൊക്കെ, പ്രത്യേകിച്ച് ആൺമക്കൾ, 40 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ അകാലത്തിൽ മരിച്ചു പോകും. അകാല മൃത്യു പ്രാപിക്കും. നാഗരുടെയോ നാഗരാജാവിൻ്റെയോ കുടുംബ പരദേവതയുടെയോ ശാപമാണ് എന്നാണ് ആ വീട്ടുകാർ വിശ്വസിച്ചത്. ഓരോ മക്കളായി അടിക്കത്തൊടിക്കെ കണ്ണടയ്ക്കുന്നത് കാണേണ്ടി വന്ന ആ അമ്മ മൃത്യുഞ്ജയ ഹോമം അടക്കം ജീവിച്ചിരിക്കുന്ന മക്കൾക്കായി ചെയ്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അടുത്ത ഊഴം ആർക്ക് എന്ന് അവർക്കറിയില്ലല്ലോ. 40 കഴിയുന്ന ഓരോ മക്കളെയും അവർ പേടിച്ചിരുന്നു. അടുത്ത ഊഴം വരുന്നത് സാഹിത്യകാരനായ മകനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ അമ്മ മകന് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായി. മകൻ്റെ ജീവന് വേണ്ടി കണ്ടിട്ടില്ലാത്ത എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് വീട്ടിലിരുന്നു. ബാക്കി സസ്പെൻസ്. ഇതൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അഭിമാനമായിരുന്ന P. പത്മരാജ സാറിൻ്റെ ഞവരക്കൽ തറവാട്ടിന് ഇത്തരം എന്തോ ഒരു ശാപമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഹരികുമാർ സാർ, എൻ്റെ ഗുരുനാഥനായിരുന്ന ഹരികുമാർ സാറാണ് സംവിധാനം. നമ്മുടെ സ്ഫടികവും ഗുരുവും ഒക്കെ എഴുതിയ ഡോക്ടർ രാജേന്ദ്ര ബാബുവാണ് തിരക്കഥ. സിനിമയുടെ 1 ലൈൻ റെഡിയായി. ഈ 1 ലൈൻ സിനിമയിലെ നായക വേഷം ചെയ്യുന്ന നടനെ വായിച്ചു കൊടുക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തും കൂടെ പോയി. വിനയാന്വിതനായി, അല്ലെങ്കിൽ കപട എന്താ പറയുക, ഇത് സ്നേഹം കാണിക്കുന്ന മനുഷ്യനാണ്, ജീവിതത്തിൽ അഭിനയിക്കുന്നൊരു മഹാനാണ്. വിനയാന്വിതനായി 1 ലൈൻ കേൾക്കാൻ നായക നടനിരുന്നു. തിരക്കഥകൻ വായിച്ചു. ഇൻ്റർവെല്ലായപ്പോൾ നായകൻ ചാടി എണീറ്റു. മതി സാർ, ഇനി വായിക്കണ്ട, എനിക്ക് സന്തോഷമായി സാർ, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. കൈ കൊടുത്ത് പിരിഞ്ഞു. കഥ ഓക്കെ ആയ സന്തോഷത്തിൽ ഹോട്ടൽ മുറിയിലെത്തി ആഘോഷിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തും തയ്യാറെടുക്കുമ്പോൾ അതാ വരുന്നു സംവിധായകന് നായക നടൻ്റെ ഫോൺ കോൾ. വിനയാന്വിതനായി നായകൻ ഹരികുമാർ സാറിനോട് പറഞ്ഞു, സാർ നമുക്ക് പടം ചെയ്യാം, പക്ഷേ മറ്റൊരു കഥ കണ്ടെത്തണം. ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ വരെ വായിച്ചിട്ട് ബാക്കി വായിക്കേണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇൻ്റർവ്യൂ വരെ കേട്ടിട്ട് കണ്ണു തുടച്ച് നമ്മളിത് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെന്ത് പറ്റി? നമ്മൾ സിനിമ ചെയ്യുന്നു സാർ, കഥ മാറ്റണം സാർ. കഥയും തിരക്കഥാകാരനെയും മാറ്റി. പുതിയ കഥയും തിരക്കഥാകാരനും വന്നു. അതാണ് സ്വയംവര പന്തൽ. നായകനെ എന്താ പറയുക, നായകൻ ആര് എന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ സാക്ഷാൽ ജയറാം സാർ, രാജേന്ദ്ര ബാബു സാർ പറഞ്ഞ ആ കഥ ചെയ്തിരുന്നുവെങ്കിൽ മലയാളത്തിൽ ഒരു നല്ല സിനിമ ഉണ്ടായേനെ. പക്ഷേ ജയറാം മുടക്കി. നമ്മുടെ ചാനലിൽ ഞാൻ ജയറാമിനെ പറ്റി അധികം പറയാറില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ജയറാമിനെ പറ്റി പറയാത്തത്. ഞാൻ പരമാവധി അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യാറ്.
കാരണം ജീവിതത്തിലും അഭിനയിക്കുന്ന എൻ്റെ സ്നേഹിതനെക്കുറിച്ച് മനഃപൂർവ്വമാണ് ഞാൻ തഴയുന്നത്. പറയണ്ട, അയാളെപ്പറ്റി പറയണ്ട എന്ന് പറഞ്ഞ് വിടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ജയറാമിൻ്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു. ഇന്നലെ ആരോ എനിക്ക് ആ അഭിമുഖം അയച്ചു തന്നു, അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അത് കണ്ടപ്പോഴാണ് ഈ പഴയ കഥയൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. സിനിമയിൽ സ്ഥായിയായ സുഹൃത്തുക്കൾ ദിലീപിനെ പോലെയൊക്കെ ജയറാമിന് ഇല്ലേന്ന് വീണ ജോർജിൻ്റെ ചോദ്യം. ഇല്ലെന്നോ? സിനിമയിലെ എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. സൂപ്പർ ഹിറ്റുകൾ തുടരെ കൊടുത്ത രാജസേനോടൊക്കെ ഈ കറകളഞ്ഞ സുഹൃത്ത് കാണിച്ച സൗഹൃദ കെട്ടുറപ്പ് ഞാൻ പറയാതെ തന്നെ മലയാളിക്ക് അറിയാമല്ലോ. എല്ലാ സിനിമാക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്, ഒരാളും ശത്രുക്കളായിട്ടില്ല, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ ആൾ രാജസേനോട് എന്താണ് കാണിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. പത്മരാജൻ്റെ മുഖ്യ സംവിധാന സഹായിയായിരുന്നു സംവിധായകനായി മാറിയ സുരേഷ് ഉണ്ണിത്താൻ. അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായപ്പോൾ ജയറാമായിരുന്നു നായകൻ. ജാതകം സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ ജാതകം വലിയൊരു വിജയം കൊടുത്ത സുരേഷ് ഉണ്ണിത്താൻ്റെ സിനിമയായിരുന്നു മുഖച്ചിത്രം. അതും ഉണ്ണിത്താൻ്റെ സിനിമയായിരുന്നു. ഒരു കഥ പറയാനായി ഹോട്ടൽ ഗീതിൽ ഒരു നാൾ ഉണ്ണിത്താൻ എത്തി. ജയറാമിൻ്റെ റൂമിലേക്ക് കണക്ട് ചെയ്തപ്പോൾ, വരട്ടെ എന്ന് ചോദിക്കാനായിട്ട് കണക്ട് ചെയ്തപ്പോൾ, കൂടെയുള്ള ഏതോ ഒരു കൂതറ എർത്ത് എടുത്തിട്ട് പറഞ്ഞു, സാർ ഉറങ്ങുന്നു, റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. ഈ സിനിമ പോണ പോക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. സംവിധായകനൊന്നും വന്നാൽ നായകൻ എടുക്കില്ല, അവന് മറ്റേ പണികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ കാണും. അവനാണ് ഫോൺ എടുത്തിട്ട് പറയുന്നത്, സാർ ഉറങ്ങുകയാണ് കേട്ടോ, ഭയങ്കര കൂർക്കം വലിച്ച് ഉറങ്ങുന്നു, നിങ്ങളവിടെ ഇരിക്കൂ. ഉണ്ണിത്താൻ 4 മണിക്കൂർ ഹോട്ടൽ ഗീതിൻ്റെ റിസപ്ഷനിലിരുന്നു. ഒന്നും അറിയാത്ത പോലെ 4 മണിക്കൂറിന് ശേഷം ലിഫ്റ്റ് തുറന്ന് നായകൻ പുറത്തേക്ക് വന്നു. ഉണ്ണിത്താൻ ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കുക പോലും ചെയ്യാതെ കാറ് കയറി അങ്ങ് പോയി. തൻ്റെ സുഹൃത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴം നോക്കി സുരേഷ് ഉണ്ണിത്താൻ ചിന്താമഗ്നായി ഗീത് ഹോട്ടലിലെ കൗണ്ടറിലിരുന്നു. പക്ഷേ ജയറാം പറയുന്നു, മലയാള സിനിമയിലെ മുഴുവൻ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, ഒരാളോട് പോലും, ദിലീപിനെയൊക്കെ പോലെ ചിലരെ മാത്രമല്ല ഞാൻ കൊണ്ടുനടക്കണേ, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ആളാണ് ഞാനെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു കാര്യം പറയാം, ഇപ്പോൾ ഉണ്ണിത്താനോട് ചോദിച്ചാൽ ഉണ്ണിത്താൻ ഇല്ല എന്ന് പറയും. അതുപോലെ തന്നെ ഉണ്ണിത്താൻ എന്നെ കണ്ടാൽ ചോദിക്കും, എന്തിനു ദിനേശ് അതൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, സുരേഷ് ഉണ്ണിത്താൻ്റെയും രാജസേനൻ്റെയൊക്കെ ശാപമുണ്ട് ജയറാമിന്. അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം ജയറാമിൻ്റെ ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയറാമിനോട് എനിക്കൊരു പരിഭവമില്ല. ശാന്തിവിളയെ എന്നൊക്കെ വിളിച്ച് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ നല്ലവണ്ണം സംസാരിക്കുന്നവരായിരുന്നു. ഇപ്പോൾ കുറേ കാലം വരെ ഞാൻ അയാളുള്ളിടത്ത് പോകാറില്ല, അയാളെ കാണാറുമില്ല. പക്ഷേ ജീവിതത്തിൽ അഭിനയിക്കരുത് ജയറാമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.